Adios Amigo movie promotion activities. Thank you. അടുത്തതായി so much. നമുക്ക് സപ്പോർട്ടിംഗ് സ്പോൺസറായിട്ട് സുരാജ് വെഞ്ഞാറുമോണിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ഷാദി വെൽനസ് ആയുർവേദിക് സെന്ററിന്റെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നീതുവിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു വലിയൊരു കൈയടി. Neetu, next director Nahaz Nazar and bouquet udkanayittu I like to invite the hospitality sponsor Deepak Philip, general manager Hotel Azur Regency. Can I have Deepak Philip onto the stage? Thank you. നഹാസിന്റെ ആദ്യത്തെ സിനിമയാണ്, ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ്. ഒരു വലിയ കയ്യടി കൊടുത്തു അല്ലെ. ഇനി ഇദ്ദേഹത്തിന് ഒരുപാട് വലിയ സിനിമകൾ മലയാളത്തിൽ ചെയ്യാൻ പറ്റട്ടെ. നമ്മളൊക്കെ എന്നും അഭിമാനിക്കുന്ന ഒരു വലിയ സംവിധാനമായിട്ട്, ഒരു തിരക്കഥാകൃത്തുമായിട്ട് ഇവർ മാറട്ടെ. ഒരു കയ്യടി കൊടുത്തോണ്ട് തുടങ്ങാം അല്ലെ. രണ്ടു വാക്ക്. നമസ്കാരം യുഐ. അഡിയോസ് അമിഗോ എന്നൊരു പേരിലേക്ക് എത്തിയത് നമ്മളിപ്പോ ഇതൊരു രണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ്. ഒരു രണ്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടുമുട്ടി ഫ്രണ്ട്ഷിപ്പ് ആവുന്ന രണ്ട് ആൾക്കാരുടെ കഥയാണ്. അപ്പം അഡിയോസ് അമിഗോ. അപ്പം നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു പേര് വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അങ്ങനെ കണ്ടെത്തിയതാണ്. പിന്നെ തീർച്ചയായിട്ടും ഇനിയും എനിക്ക് റൈറ്റ്സിന്റെ അടുത്താണ് ചോദിക്കാതെ. തങ്കം, ആക്ച്വലി നമ്മുടെ ഇൻഡസ്ട്രി മുഴുവൻ തങ്കം എന്നാണ് നമ്മുടെ സ്വന്തം തങ്കം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത് കേട്ടോ. അപ്പോ നമ്മുടെ ഈ ഒരു കഥ, ഇതിനകത്ത് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ രണ്ടുപേരുടെ ബോണ്ടിങ്. ഈ ഒരു കഥയിലേക്ക് എത്തി വരാനായിട്ട് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കാരണമായത്? ഈ ഒരു കഥയിലേക്ക്, അഡിയോസ് അമിഗോ എന്ന കഥയിൽ, കാരണം രണ്ട് സുഹൃത്തുക്കളുടെ ഭയങ്കര ബോണ്ടിങ് ആണ് നമ്മൾ കാണുന്നത്. അത് സ്വന്തം ജീവിതത്തിലെ ആണോ, ആരെങ്കിലും ഇൻസ്പയർ ആയിട്ടാണോ ഈ ഒരു കഥയിലേക്ക് വന്നത്? നമസ്കാരം. കെട്ടിയോളാണെന്റെ മാലായയ്ക്ക് ശേഷം ഞാൻ രണ്ടാമത് തിരക്കഥ എഴുതുന്ന ചിത്രമാണ് അഡിയോസ് അമിഗോ. അപ്പോ ഈ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് സംസാരിക്കുന്നത്. അന്നാണ് ഞങ്ങൾക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലായത്. അല്ല, ഈ കഥയിലേക്ക് എത്താനുള്ള കാരണം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ആക്ച്വലി ഇത് എന്റെ ഒരു പേഴ്സണൽ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും കൂടെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ എക്സ്പീരിയൻസ് മാത്രം നമുക്ക് തിരക്കഥയ്ക്കാൻ കഴിയില്ലല്ലോ, അങ്ങനെ സിനിമ ജനിക്കില്ല. പിന്നെ അതിനകത്ത് നമ്മൾ എഴുതി എക്സിക്യൂട്ട് ചെയ്തു ഒരു ക്ലൈമാക്സ് വരെ. അപ്പോ അതങ്ങനെ സംഭവിച്ചു. അപ്പൊ ഒരു ചെറിയൊരു റിയൽ ലൈഫ് സ്റ്റോറി കൂടെയാണ് എന്നാണ് നമുക്കിവിടെ അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അത് റിയൽ ലൈഫാണ്. തങ്കത്തിന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഞാനാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ആസിഫ് അലി. ശരിക്കും ഈ കഥാപാത്രങ്ങളെ, ഇതൊരു ഗ്ലോബൽ സബ്ജക്റ്റ് കൂടിയാണ്. നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ എല്ലാം, ക്യാരക്ടേഴ്സിനെ എല്ലാം, ആളുകളെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് കണ്ട് മുട്ടിയവരായിരിക്കാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി മാറട്ടെ. താങ്ക് യു. താങ്ക് യു. ഈ ഒരു സിനിമ ആദ്യം ആരാണ് പറയുന്നത് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്, നമുക്ക് ഇതുമായിട്ട് മുന്നിലോട്ട് പോവാം എന്ന് ആദ്യം ആരാണ് പറയുന്നത്? നഹാസാണ്. കാരണം നഹാസ് തല്ലുമാല നമ്മുടെ അസോസിയേറ്റ് ആയിരുന്നു. നഹാസ് ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് ഒരു ദിവസം പറഞ്ഞ ഒരു കഥ പറയാനുണ്ട്, റൈറ്റർ തങ്കമാണെന്ന് പറഞ്ഞ്. പിന്നെ തങ്കം എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും ആലയിക്കാനില്ല. അപ്പോ അങ്ങനെ കഥ കേട്ടു. കഥ കേട്ടപ്പോ തന്നെ ഞാൻ ഈ പടം സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഓക്കെ, എന്താണ് ഇനി നമ്മൾ തിയേറ്ററിലേക്ക് പോകുമ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രവാസികളോട് പറയാനുള്ളത്?
ആദ്യം തന്നെ ദുബായിലൊരു സിനിമയുടെ പ്രൊമോഷൻ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. അതാണ് ഭയങ്കര നമ്മൾ പ്രവാസികൾ. തീർച്ചയായും. കാരണം അഞ്ചാം പാതിര, തല്ലുമാല പോലുള്ള സിനിമകൾക്ക് നിങ്ങൾ തന്ന സ്നേഹം അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. പിന്നെ അഡിയോസ് അമീഗോ, ഇതൊരു പ്രൊമോഷൻ വന്നിട്ടൊരു തള്ളായിട്ട് കൂട്ടണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഞാനാ പറയുന്നത്.